ഇന്നിവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ചോതി നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങളാണ്. മെയ് 1 വ്യാഴം രാശി മാറുമെങ്കിലും സൂര്യനോട് ചേർന്ന് സഞ്ചരിക്കുന്നതുകൊണ്ട് മൗഢ്യം സംഭവിച്ച് ബലമില്ലാതെയാണ്. എന്നാൽ 2024 ജൂൺ 3 ഈ വ്യാഴം ശക്തി പ്രാപിക്കുന്നതോടുകൂടി ഫലദാന ശേഷി ഉണ്ടാകുന്നു. ചോതി നക്ഷത്രക്കാർക്ക് വ്യാഴം അനിഷ്ടരാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി ധനഭാവമായ 2 കൂടി വരുന്നത് കൊണ്ട് അവർക്ക് ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ കാലം ഒരു വർഷമൊക്കെ അവര് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടി വളരെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ആയിരുന്നു. അതിൽ നിന്നും ഒക്കെ ഒരു മോചനം ലഭിക്കും ഈ വർഷത്തില്. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഒന്ന് മാറും. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കാനും ഇവർക്ക് സാധിക്കും. അതായത് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും സാമാന്യമായിട്ടുള്ള ധനമൊക്കെ ലഭിക്കാനുള്ള ഒരവസരമുണ്ട് ഇവർക്ക്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ അലസതയൊക്കെ മാറി സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ചൊക്കെ കുറച്ചുകൂടി പഠിക്കാനുള്ള ഒരു ഉത്സാഹമൊക്കെ ഇവർക്ക് വരും. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ, അല്ലെങ്കിൽ +2 പഠിക്കണ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ വിധത്തിൽ പഠിക്കണവരൊക്കെ വീട്ടിൽ നിന്നവർക്ക് ഒരു കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാൻ മാതാപിതാക്കളുടെ അടുത്ത് ഒരു ഇടപെടൽ കൂടി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അല്ല, ഈ നക്ഷത്ര ജാതകളിലെ ഈ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ മത്സര പരീക്ഷകളിലൊക്കെ വിജയിച്ച് മികച്ച തൊഴിലവസരങ്ങൾ അവർക്ക് ലഭ്യമാവും. അവര് പ്രായേണ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തൊഴിൽ തന്നെ ലഭിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പഠനത്തിന് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് IELTS ഒക്കെ ജോലിക്ക് പോകാനുള്ളവർക്ക് അതിനുള്ള പരീക്ഷകളൊക്കെ പാസ്സാകാനുള്ള അവസരമുണ്ട്. ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കും നല്ല സമയമാണ്. അവർക്ക് ജോലി ലഭിക്കാനൊക്കെ ഉണ്ട്. അതല്ല, അവരുടെ വിവാഹങ്ങളൊക്കെ ആലോചിച്ചാൽ ഈ സമയത്ത് അവർക്ക് പറ്റിയ ബന്ധങ്ങൾ തന്നെ കിട്ടും. സാമാന്യം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു വിവാഹബന്ധം ഇവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതുപോലെ ഇവർക്ക് മികച്ച ജോലി ലഭിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോ ലോട്ടറി ആയിരിക്കാം, ചിലപ്പോ വലിയ ചിട്ടികളിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് നറുക്ക് വീഴാം. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളൊരു വസ്തു മേടിച്ചിട്ടേക്കായിരിക്കും, അത് നമുക്ക് ഇരട്ടി ലാഭത്തിന് ചിലപ്പോൾ അവര് ആരെങ്കിലും കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ വസ്തു മേടിച്ച വിൽപ്പന വഴിയൊക്കെ അങ്ങനെയൊക്കെ വലിയ ലാഭം പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഇവർക്കൊരു നല്ല തുക വന്നു കിട്ടാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അതുപോലെ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ജോലിയൊക്കെ സ്ഥിരപ്പെടാനൊരു സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്കാർക്കും മികച്ച സമയമാണിത്. കാരണം ഈ ജോലിയിൽ നിന്നൊക്കെ ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ പുറത്ത് നിൽക്കുന്നവർക്ക് തിരികെ കയറാൻ പറ്റിയൊരു അവസരമാണിത്. അതുപോലെ ഇപ്പൊ ജോലിയിൽ ഇരിക്കുന്നവർക്കൊക്കെ പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്നൊക്കെ പ്രീതി ലഭിക്കുക, അങ്ങനെ ഇവർക്ക് മൊത്തത്തിൽ മെച്ചപ്പെട്ട ഒരവസ്ഥയാണ്. അതിന് ബിസിനസ്സുകാർക്ക്, അതുപോലെ തന്നെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, മത്സ്യകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അതുപോലെ കന്നുകാലി വളർത്തലായിട്ട് ബന്ധപ്പെട്ടവർ, ഇവർക്കൊക്കെ സാമാന്യേന ഇവരുടെ തൊഴിലിൽ നിന്നും സാമാന്യേന മെച്ചപ്പെട്ട ഒരു ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിൽ പോലും ഹൃദയ സംബന്ധമായ അസുഖമുള്ളവരൊക്കെ വേണ്ടത്ര ഒരു മെഡിക്കൽ ചെക്കപ്പും മെഡിക്കൽ എയ്ഡൊക്കെ ശ്രദ്ധിച്ച് ഡോക്ടറെ കണ്ട് ഒന്ന് അവരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് ശരിക്കും ഒന്ന് പരിശോധിച്ച് അതൊന്ന് സ്വയമായിട്ടൊന്ന് ബോധ്യപ്പെടേണ്ടതാണ്. അതല്ല, വീട് വസ്തുക്കൾ എന്നിവ വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണിത്. അതായത് പുതിയതായിട്ട് വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വാഹനമൊക്കെ മേടിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ ഈ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരും ഈ ദീർഘദൂര സർവീസുകളൊക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ദീർഘദൂര ടൂറിസ്റ്റ് ബസ്സുകൾ അല്ലെങ്കിൽ വേറെ
ഈ ചരക്ക് വാഹനങ്ങളൊക്കെ രാത്രിയൊക്കെ ഉറക്കമൊളിച്ച് ഓടിക്കുന്ന ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാര് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഉറക്കമൊക്കെ വന്നാൽ അവര് ഉറങ്ങിയിട്ടൊക്കെയാണ് അവര് തുടർ സർവീസൊക്കെ പോകാവുള്ളൂ. അവരൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന സമയമാണ്. അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അടുത്ത ബന്ധുക്കളുടെ ഒരു വിയോഗം വരാനുണ്ട്. ചിലപ്പോൾ ഒരു മരണാനന്തര കർമ്മം തന്നെ ചെയ്യാനുള്ള ഒരു യോഗം കൂടി ഇവർക്കുണ്ട്. അപ്പൊ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.